അസ്സലാമു അലൈക്കും. ഹജ്ജിന് പോയവർ ഹജ്ജിന് പോകാൻ വേണ്ടി ഇത്തവണ യാത്രയാക്കിയ ബന്ധുക്കളൊക്കെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. അതായത് സ്ത്രീകളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട അവരുടെ ശരീരത്തിൻ്റെ ഒരു ആവശ്യമാണ് മെൻസസ് എന്നുള്ളത്, ആർത്തവം. ഒരിക്കലും തടഞ്ഞു വെക്കാൻ പറ്റിയ കാര്യമേ അല്ല. ഹജ്ജിന് ആർത്തവം ഒരു തടസ്സവുമല്ല, ഉംറയ്ക്കും തടസ്സമല്ല എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ പല ആളുകളും ഈ മെൻസസ് നിർത്താൻ വേണ്ടിയിട്ട് ശരീരത്തിന് അപകടകരമായ മരുന്നുകൾ, ഈ മെൻസസ് നിർത്താൻ മരുന്ന് കഴിച്ച് എത്രയോ പേര് മരിച്ച വാർത്തകൾ വന്നിട്ടൊന്നും അത് മനസ്സിലാക്കാതെ, അത് വിഷമാണെന്ന് പലരും അത് എഫക്റ്റ് ആണെന്ന് മനസ്സിലാക്കാതെ അല്ലേ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ തൃപ്തിയെ കരുതിയാണ് നിങ്ങൾ പോകുന്നത് എങ്കിൽ അള്ളാഹു ശരീരത്തിൽ തന്ന ഈ ഫിസിക്കലായ നിങ്ങളുടെ മെൻസസ് എന്ന അനുഗ്രഹത്തെ അത് മനസ്സിലാക്കിക്കൊണ്ട് ഹജ്ജിൻ്റെ ഉംറയുടെയും അമലുകൾ പൂർത്തിയാക്കുക. തവാഫ് ചെയ്യാനാണ് നിങ്ങൾക്ക് പറ്റാത്തത്, അതിന് പകരം അറുത്തു കൊടുക്കുക എന്ന ഓപ്ഷനാണ് അള്ളാഹു അത്തരം ആൾക്കാർക്ക് തന്നിട്ടുള്ളതെങ്കിൽ അത് നിങ്ങൾ പൂർത്തിയാക്കുക. ഇനി നിങ്ങളുടെ ദേഹേച്ഛയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അത്തരം ആളുകളോടല്ല എൻ്റെ സംസാരം. ഞാൻ പറയുന്നത് നിങ്ങളുടെ ഹജ്ജ്, നിങ്ങളുടെ സമ്പത്ത് ചിലവാക്കുന്നതൊക്കെ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാകണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ അള്ളാഹു തന്ന മെൻസസ്, ആർത്തവം എന്ന അനുഗ്രഹത്തെ തടഞ്ഞു നിർത്തി ആത്മഹത്യാ പ്രവണത കാണിക്കരുത്. ശരീരത്തിൻ്റെ യൂട്രസിനും ഓവറിക്കും ഒക്കെ ഡാമേജ് ഉണ്ടാകുന്ന തരത്തിൽ അതിനെ തടഞ്ഞു നിർത്തുന്നത് ഒരിക്കലും ഭൂഷണമല്ല. അങ്ങനെ ആത്മഹത്യാ പ്രവണത ചെയ്ത് ദീനിൻ്റെ ഒരു കാര്യം ചെയ്യാൻ പടച്ചോൻ നമ്മളോട് പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ദീനിൻ്റെ എന്തെങ്കിലും ഒരു വിഷയത്തിന് കൂടുതൽ ഉഷാറ് കിട്ടാൻ വേണ്ടിയിട്ട് മദ്യപിച്ചുകൊണ്ട് ആരും പോയി നിൽക്കാറില്ലല്ലോ, കാരണം മദ്യം ഹറാമാണ്. ഇതുപോലെ ശരീരത്തെ അപകടപ്പെടുത്താൻ പാടില്ല. നിങ്ങളുടെ കരങ്ങളെ അക്രമത്തിലേക്ക് ഇടാൻ പാടില്ല, കരങ്ങൾ കൊണ്ട് നിങ്ങൾ അക്രമം ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ള തരത്തിൽ ഉണർത്തുമ്പോൾ ഈ കൈ കൊണ്ട് വായിലേക്ക് ഈ വിഷം കഴിച്ച് ആർത്തവത്തെ പിടിച്ചു നിർത്താനുള്ള ഹോർമോൺ ടാബ്ലറ്റുകളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ആരുടെ തൃപ്തിക്ക് വേണ്ടിയാണ് പോയതെന്ന് ഒന്നും കൂടെ നിയത്ത് ശരിയാക്കുക. എന്നിട്ട് അള്ളാഹു തന്ന ഫിത്രത്തിൽ തന്നെ ഹജ്ജ് ചെയ്ത് തവാഫ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി അറുത്തു കൊടുത്തിട്ട് വളരെ സന്തോഷത്തിൽ അള്ളാഹു നബിതങ്ങൾ വഴി പഠിപ്പിച്ച ഹജ്ജ് പൂർത്തിയാക്കി തിരിച്ചു വരിക. വേറെ ആരുടെയോ ഗ്രൂപ്പിൻ്റെ അമീറിന് എളുപ്പത്തിന് വേണ്ടിയിട്ട്, ഗ്രൂപ്പിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വിഷം കഴിച്ച് സ്വന്തം ശരീരം അപകടത്തിലാക്കരുത്. ഇനി അത് ആര് പറഞ്ഞാലും ശരി, അംഗീകരിക്കപ്പെട്ട വിശ്വസ്തനായ ഒരു ചികിത്സകൻ സാക്ഷ്യം വഹിച്ച ഒരു സാധനത്തിലാണ് പലപ്പോഴും ഉപയോഗിക്കാൻ പറയുന്നത്. ഇതിന് സാക്ഷ്യം വഹിക്കാൻ ആരാ ഇവിടെ ഉള്ളത്? ഈ വിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ ആരാണ് ഇന്ന് സമൂഹത്തിലുള്ളത്? സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇത് കഴിച്ചുകൊണ്ട് ഒരു കുഴപ്പം ഉണ്ടാകൂല എന്ന് എഴുതി ഒപ്പിടലല്ലേ സാക്ഷ്യം? അതിന് പകരം ഇത് വിഷമാണ് കഴിച്ചോ എന്ന് പറയുന്നതാണോ സാക്ഷ്യം? അതുകൊണ്ട് മെൻസസ് നിർത്താൻ വേണ്ടിയിട്ട് ഡ്രഗ് കഴിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നവരോട് നാട്ടിൽ നിന്ന് നിങ്ങളുടെ ആളുകൾ വിളിച്ച് പറയണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഒരു വിഷവും കഴിക്കാതെ പടച്ചവന് വേണ്ടി ഹജ്ജ് ചെയ്തിട്ട് തിരിച്ചു വരിക. അസ്സലാമു അലൈക്കും.